പ്രിയപ്പെട്ടവരെ, പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് വരുമ്പോൾ, ഡൊണാൾഡ് ട്രംപ്, അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ്, ജനുവരി 20 സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹം ഇന്ന് ഒരു അന്ത്യശാസനം കൂടി നൽകിയിരിക്കുന്നു ഹമാസിന്, അല്ലെങ്കിൽ പശ്ചിമേഷ്യയ്ക്ക് മൊത്തത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം. താൻ അധികാരമേൽക്കുന്ന 20 മുമ്പ് ബന്ദികളെ മുഴുവൻ വിട്ടയച്ചില്ലെങ്കിൽ സകലതും ഞാൻ തകർത്ത് തരിപ്പണമാക്കുമെന്നാണ് അദ്ദേഹം ഇന്ന് വീണ്ടും പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ മിഡിൽ ഈസ്റ്റിലെ, പശ്ചിമേഷ്യയിലെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിന്റെ സാന്നിധ്യത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. വിറ്റ്കോഫിനോട് അദ്ദേഹം ചോദിക്കുന്നൊക്കെയുണ്ട്, അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു, ഗംഭീരമായി പോകുന്നുണ്ടോ, 20 മുമ്പ് ബന്ദികളെല്ലാം മോചിപ്പിക്കപ്പെടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ ഈ ഭീഷണിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിരുന്നു, അത് ആവർത്തിക്കുന്നില്ല. ഇപ്പോൾ ഉടുതുണി പോലും ഇല്ലാതെ നിൽക്കുന്ന കുറേ മനുഷ്യരുടെ മുമ്പിലേക്ക് ഇദ്ദേഹം ഈ അന്ത്യശാസനമൊക്കെ നൽകിയിട്ട്, അല്ലെങ്കിൽ ഹമാസിന് ഈ അന്ത്യശാസനമൊക്കെ നൽകിയിട്ട്, ഹമാസിന് ഇത് കേൾക്കാൻ പോലും സമയമുണ്ടോ എന്ന് സംശയമുണ്ട്. അവരവിടെ ഇസ്രായേൽ സേനയ്ക്ക് എതിരെ അതിശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ജീവന് വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തുന്നത്. അപ്പോൾ അതിനൊക്കെ ഇടയിൽ ട്രംപ് പറയുന്ന ഇത്തരം തമാശകൾ കേൾക്കാനുള്ള സമയം ഹമാസിന് കിട്ടിയിട്ടുണ്ടാകുമോ എന്ന് സംശയമുണ്ട്. ഹമാസ് ഈ അന്ത്യശാസനങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകുമോ എന്ന് സംശയമുണ്ട്. ഇപ്പോൾ ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പലതവണ ട്രംപിന്റെ അന്ത്യശാസനങ്ങൾ വന്നിരുന്നു. വീണ്ടും ഇനിയും സ്വാഭാവികമായും ജനുവരി 20 അടുക്കുമ്പോൾ ട്രംപിന്റെ അടുത്ത അന്ത്യശാസനങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അന്ത്യശാസനങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാര്യത്തിൽ ഇത് പറയുമ്പോൾ നമുക്ക് പറയേണ്ടി വരുന്നത്, ഇപ്പോൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതി മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇസ്രയേലിന്റെ ഈ അധിനിവേശത്തിനെതിരെ അതിശക്തമായ നിലപാട് പറഞ്ഞിരുന്നു. ഇസ്രയേലിന് ഒരു തരത്തിലും ഈ ഗസയിലോ വെസ്റ്റ് ബാങ്കിലോ ആ ഇടങ്ങളിലൊന്നും ഇടപെടാനുള്ള, അവിടെ പ്രവേശിച്ച് സൈനിക നടപടി നടത്താനുള്ള ഒരർഹതയും ഇല്ലെന്നൊക്കെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി പറഞ്ഞിരുന്നു. ആ സമയത്തൊക്കെ ഇസ്രയേൽ ചെയ്തുകൊണ്ടിരുന്നത് കൃത്യമായും അവിടെ എന്തിന് ഈ ബ്രെഡിനും ഇത്തിരി ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി കാത്തുകെട്ടി നിൽക്കുന്ന, ഈ സന്നദ്ധ സംഘടനകളുടെ വാഹനങ്ങൾ വരാൻ കാത്തുകെട്ടിക്കിടക്കുന്ന മനുഷ്യരെ അവരെ പിടിച്ചുകൊണ്ടുപോയിട്ട് അവർക്ക് ഹമാസുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞ് അവരെ ക്രൂരമായി പീഡിപ്പിച്ച് കയ്യും കാലും ഒക്കെ തല്ലിയൊടിച്ച് വിലങ്ങ് വെച്ച് വെടിവെച്ച് കൊന്നിരുന്നു എത്രയോ പേരെ അങ്ങനെ. അപ്പോഴൊക്കെ എന്താണ് ഇസ്രായേൽ സേന പറഞ്ഞുകൊണ്ടിരുന്നത്? ഞങ്ങൾ ബന്ദികളെ മോചിപ്പിക്കാൻ പോവുകയാണെന്നാണ്. ഇപ്പോൾ 15 മാസം കഴിഞ്ഞിട്ടും ഈ ബന്ദികളെ മോചിപ്പിച്ചിട്ടില്ല. ഒരു തരത്തിലുള്ള അതുമായി ബന്ധപ്പെട്ട ശ്രമങ്ങളും വേണമെങ്കിൽ നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലും, അത് നമ്മളല്ല പറയുന്നത്, അത് ഇസ്രയേലിലുള്ള ജനങ്ങളാണ്, ഈ ബന്ദികളുടെ ബന്ധുക്കളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് പറയേണ്ടി വരുന്നത്, ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഇസ്രയേൽ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്ന കേസാണ്. 112 പേരാണ് അങ്ങനെ നെതന്യാഹുവിനെതിരെ ഇസ്രയേൽ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത്, ഇസ്രയേലിലെ ജനങ്ങൾ എന്ന നിലയിൽ, ഇസ്രയേലിലെ പൗരന്മാർക്കെന്ന നിലയിൽ തങ്ങളെ ഇവിടെ നിന്ന് ബന്ദിയാക്കി കൊണ്ടുപോയി, തങ്ങളുടെ പല ബന്ധുക്കളും ഇപ്പോഴും ബന്ദികളാക്കി ഹമാസിന്റെ തടവിലാണ്. പക്ഷേ അവരെ ഒന്ന് മോചിപ്പിക്കാൻ ഈ 15 മാസമായിട്ടും ഒരു ഭരണകൂടം എന്ന നിലയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഇടപെടലും നടത്തിയിട്ടില്ല ബെഞ്ചമിൻ നെതന്യാഹു. ഇത് പൗരാവകാശ ലംഘനമാണ്, ഇത് മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രയേലിന്റെ സുപ്രീം കോടതിയിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ലോ സ്യൂട്ട് ഫയൽ ചെയ്തുകൊണ്ട് 112 പേർ രംഗത്ത് വന്നിരിക്കുന്നു. ആ 112 പേരിൽ നേരത്തെ ഈ ബന്ദിയാക്കപ്പെട്ട് പിന്നീട് വിട്ടയക്കപ്പെട്ടവരുണ്ട്. അതുപോലെ ഇപ്പോഴും ബന്ദിയായി അവിടെ തുടരുന്നവരുടെ ബന്ധുക്കളുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരുടെ ഒരു സംഘമാണിപ്പോൾ ഇസ്രയേലിന്റെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ രാജ്യം തന്നെ എടുക്കുക. അപ്പോൾ ഇന്ത്യയിൽ ഒരു ശത്രു രാജ്യം അല്ലെങ്കിൽ മറ്റൊരു സൈന്യം കയറി കുറച്ച് ഇന്ത്യൻ പൗരന്മാരെ പിടിച്ചുകൊണ്ടുപോയിട്ട് 1.25 വർഷവും കഴിഞ്ഞിട്ടും നമ്മുടെ സർക്കാരിന്, നമ്മുടെ സൈന്യത്തിന് അവരെ മോചിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഒരു ഇന്ത്യൻ പൗരനെന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ലെങ്കിൽ അത് ഇന്ത്യയിൽ ജീവിക്കാനും നിർഭയമായി ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളുടെയും ലംഘനം കൂടിയാണല്ലോ. ആ നിലയ്ക്കുള്ള ഒരു ഫയലാണ്, ഒരു കേസാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഇസ്രയേലിന്റെ സുപ്രീം കോടതിയിൽ തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഒക്കെ കനത്ത പോരാട്ടം തന്നെ നടക്കുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. ഗസയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 53 പേരാണ് കൊല്ലപ്പെട്ടത്. അതിലേറ്റവും ദുഃഖകരമായ കാര്യം, വെറും 3 ആഴ്ച പ്രായമുള്ള ഒരു കുഞ്ഞ് ഇസ്രയേലിന്റെ ബോംബിങ്ങിൽ കൊല്ലപ്പെട്ടു. ഒരു വീട്ടിലേക്ക് ഇസ്രയേൽ നടത്തിയ ബോംബിങ്ങിൽ കൊല്ലപ്പെട്ടു. ഇവിടെ 4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ്. ഈ 53 പേരിൽ നിരവധി സ്ത്രീകളുണ്ട്. അങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് വരുന്നത്. ഇപ്പോൾ ആദ്യം എന്താണ് ഇവർ പറഞ്ഞിരുന്നത്? ഹമാസ് പോരാളികളെയാണ് ലക്ഷ്യമിട്ടിരുന്നത്, എത്രയോ ഹമാസ് പോരാളികളെ വധിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഏറ്റവും ഒടുവിൽ വരുന്ന കണക്ക് പ്രകാരം 45,800-ലധികമാണ് അവിടുത്തെ ആൾനാശം, അല്ലെങ്കിൽ അവിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം, ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 45,800-ലധികമാണ്. അതിൽ ഇപ്പോൾ അവിടുത്തെ ആരോഗ്യ മന്ത്രാലയമൊക്കെ പറയുന്ന കണക്കുകൾ, ഇതിൽ 70% പേർ സ്ത്രീകളും കുട്ടികളുമാണ് എന്നാണ്. അതായത് 30,000-ലധികം പേർ സ്ത്രീകളും കുട്ടികളുമാണ്. അങ്ങനെയാണെങ്കിൽ
പിന്നെ എങ്ങനെയാണ് ഇവർ ഈ പറയപ്പെടുന്ന 17,000-18,000 ഹമാസ് പോരാളികളെ അല്ലെങ്കിൽ ഹമാസിൻ്റെ സൈനികരെ കൊന്നു എന്ന് പറയുന്ന കണക്ക് എവിടെയാണ് ശരിയാവുക? ബാക്കി മരിച്ച 15,000-ഓ 16,000-ഓ പേരിൽ എത്രയോ സാധാരണ മനുഷ്യരുണ്ട്. എത്രയോ സാധാരണ മനുഷ്യർ കൊല്ലപ്പെട്ടതായുള്ള വാർത്തകൾ ഈ 15 മാസമായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ കള്ളങ്ങൾ ഈ കണക്കുകളുമായി ബന്ധപ്പെട്ടൊക്കെ ഇസ്രയേൽ പറയുന്നുവെന്ന് വീണ്ടും വീണ്ടും വെളിപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെ വെസ്റ്റ് ബാങ്കിലും അതുപോലെ തന്നെയാണ് സാഹചര്യം. വെസ്റ്റ് ബാങ്കിലും ഈ പ്രതിരോധ സേന, പലസ്തീൻ പ്രതിരോധ സേനയും IDF-ഉം തമ്മിലുള്ള രൂക്ഷമായ ഏറ്റുമുട്ടലാണ്. ഇരുഭാഗത്തും ആൾനാശം ഉണ്ടാകുന്നു എന്നും കൂടി കൃത്യമായും വാർത്തകൾ വരുന്നുണ്ട്. അതേസമയം ഇറാനിലേക്ക് പോകുമ്പോൾ, ഇറാൻ നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ്, ഇറാനിൽ വലിയ സൈനിക അഭ്യാസമൊക്കെ, സംയുക്ത സൈനിക അഭ്യാസമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരവരുടെ സർവ്വരൂപം പുറത്തെടുത്ത് കാണിക്കുന്നു എന്ന് പറയുന്നത് പോലെയാണ്. പല അവതാരങ്ങളുണ്ടെന്ന് പറയാം. അതുപോലെ ഇറാൻ്റെ പല അവതാരങ്ങളായിട്ട് ഇവരിങ്ങനെ ഇവരുടെ ആയുധപ്പുര തുറന്നു കാണിക്കുകയാണ് ലോകത്തിൻ്റെ മുമ്പിൽ. അതായത് ഞങ്ങളൊരു ദീർഘകാല യുദ്ധത്തിന് പോലും തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇറാൻ. അപ്പോൾ ഇന്ന് അവർ പരിചയപ്പെടുത്തിയ ഒരു പുതിയ ഡ്രോണുണ്ട്, സൂയിസൈഡ് ഡ്രോൺ എന്നാണ് അതിന് പറയുന്നത്. അതിൻ്റെ പേര് ഷഹദ് 136B എന്നാണ്. ഈ ഒരു ഡ്രോണിൻ്റെ പ്രത്യേകത 4,000-ലധികം കിലോമീറ്ററുകൾ സഞ്ചരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ ഡ്രോണിന്. അതുപോലെ ഇത് വളരെ പ്രിസൈസായി, വളരെ കൃത്യമായി ഇപ്പോൾ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പോലും ഏതാണോ ആ ലക്ഷ്യസ്ഥാനം വളരെ കൃത്യമായി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയുന്ന ഒരു അത്യന്താധുനിക ഡ്രോണാണ്. ആ ഡ്രോൺ എന്ന് പരിചയപ്പെടുത്തി. അതുപോലെ അവരുടെ ഭൂഗർഭ മിസൈലുകൾ, പലതരത്തിലുള്ള സംവിധാനങ്ങൾ, അത്യന്താധുനിക സംവിധാനങ്ങളൊക്കെ അവർ ഈ വരുന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇറാന്റെ പ്രഖ്യാപനം എന്ന് പറയുന്നത്, ഞങ്ങൾ സർവ്വസജ്ജരാണ്, ഏത് തരത്തിലുള്ള യുദ്ധത്തിനും, എത്ര കാലം നീണ്ട യുദ്ധത്തിനും ഞങ്ങൾ സർവ്വസജ്ജരാണെന്ന് ഇറാൻ ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു. ആയത്തുള്ള ഖമീനി ഇന്ന് ചില കമന്റുകളൊക്കെ, ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ അമേരിക്കയ്ക്കെതിരെയൊക്കെ, അത് അമേരിക്കയ്ക്ക് ഞങ്ങളെക്കുറിച്ച് അമേരിക്ക പലപ്പോഴും ഇറാനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുകയാണ്. 79-ന് ശേഷം ഉള്ള 3-4 പതിറ്റാണ്ടുകളായി ഇറാനെ കൃത്യമായി മനസ്സിലാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അത് ചിലപ്പോൾ അങ്ങനെ ഒരു അവസരം ഉണ്ടായാൽ അമേരിക്കയ്ക്ക് അത് മനസ്സിലാകുമെന്നൊക്കെയുള്ള നിലയിൽ ആയത്തുള്ള അലി ഖമീനി, ഇറാന്റെ പരമോന്നത നേതാവ്, അതുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങളും ഇന്ന് നടത്തിയിട്ടുണ്ട്. അതേസമയം യമനിലേക്ക് വരുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ദിവസവും യമനിൽ നിന്ന് ഹൂത്തികളുടെ, അൻസാറുള്ളയുടെ അതിശക്തമായ ആക്രമണം, അത് ഇസ്രയേലിലേക്ക് മാത്രമല്ല ചെങ്കടൽ കേന്ദ്രീകരിച്ചുള്ള അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ, പ്രത്യേകിച്ചും അത് USS ഹാരി എസ് ട്രൂമാന് നേരെയാണ് അവർ നിരന്തരമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ. അപ്പോൾ അതിനെ തുടർന്ന് ഇപ്പോൾ അമേരിക്കൻ ബ്രിട്ടീഷ് സംയുക്ത സേനയുടെ ചില വ്യോമാക്രമണം യമൻ തലസ്ഥാനമായ സനയിലടക്കം ഉണ്ടായി എന്നുള്ള വാർത്ത കഴിഞ്ഞ മണിക്കൂറുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് അമ്രാൻ ഗവർണറേറ്റ് കേന്ദ്രീകരിച്ച് അമ്രാൻ പ്രവിശ്യയിൽ 5 ആക്രമണങ്ങൾ നടന്നതായുള്ള വാർത്തകളാണ് മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നത്. അതിൽ അവർ അൻസാറുള്ളയുടെ ഒരു ആയുധപ്പുര തകർത്തു എന്നുള്ളൊരു അവകാശവാദമൊക്കെ അമേരിക്കൻ, ബ്രിട്ടൻ സംയുക്ത സൈന്യം നടത്തുന്നുണ്ട്. അതേസമയം യമനും രണ്ടും കൽപ്പിച്ചാണെന്ന് അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ ദിവസവും യമന്റെ സൈനിക വക്താവ് യഹിയ സാരി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അവർ ഒരു 3 തരത്തിൽ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് റിലീജിയസ് ആയ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ യമൻ വിശ്വസിക്കുന്നു. പലസ്തീനിലെ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർക്കൊപ്പം നിൽക്കേണ്ടത് അവരുടെ റിലീജിയസ് ആയ, മതപരമായ ബാധ്യതയാണ് എന്നവർ കരുതുന്നുണ്ട്. 1, 2 ഒരു ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒരു ഹ്യൂമാനിറ്റേറിയൻ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒരു മാനുഷികമായ ബാധ്യത അവർക്കുണ്ട് എന്നവർ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ അവർക്കൊരു മോറൽ റെസ്പോൺസിബിലിറ്റി, ധാർമ്മികമായ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നവർ വിശ്വസിക്കുന്നുണ്ട്. ആ 3 തരത്തിലും അവർ കൃത്യമായും പലസ്തീനൊപ്പം, ഗസയ്ക്കൊപ്പം, അവിടുത്തെ പീഡിപ്പിക്കപ്പെടുന്ന ലക്ഷോപലക്ഷം മനുഷ്യർക്കൊപ്പം നിൽക്കുമെന്ന് ആവർത്തിച്ച് കഴിഞ്ഞ മണിക്കൂറുകളിലും യഹിയ സാരി പറയുന്നുണ്ട്. അമേരിക്കയോ ബ്രിട്ടനോ ഇനി ഇസ്രയേലോ ഒന്നും നടത്തുന്ന ഒരു ആക്രമണങ്ങളെയും, എല്ലാ ആക്രമണങ്ങളെയും ചെറുക്കാൻ ഞങ്ങൾ സജ്ജരാണ്, ഞങ്ങൾ ഇവിടെ ആയുധം എടുത്ത് നിൽക്കുകയാണ് എന്ന് യമൻ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇനി സിറിയയിലേക്ക് വരുമ്പോൾ, സിറിയയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ SDF, സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ്, അതുപോലെ അത് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിനെ അമേരിക്കയാണ് പിന്തുണ കൊടുക്കുന്നത്. തുർക്കി പിന്തുണയ്ക്കുന്ന വിഭാഗമാണ് SNA, സിറിയൻ നാഷണൽ ആർമി. കുർദുകളുടെ ഒരു സംഘമാണ്, സായുധ വിഭാഗമാണ്. ഈ 2 വിഭാഗങ്ങൾ തമ്മിൽ പലയിടങ്ങളിൽ, അലപ്പോയുടെ തെക്കൻ പ്രദേശങ്ങളിലും കിഴക്കൻ പ്രദേശങ്ങളിലും ഒക്കെ അതിശക്തമായ പോരാട്ടം നടക്കുന്നു എന്നുള്ള വാർത്തകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെയും അവിടെ നിന്ന് പുറത്തു വരുന്നത്. ഏതായാലും തുർക്കിയുടെ ഇടപെടൽ, അത് ആ ഒരു മേഖലയിൽ ഒരു സ്ഥിരതയും സമാധാനവും ഒക്കെ കൊണ്ടുവരാൻ തുർക്കി ഇടപെടുമെന്നൊക്കെ പറയുമ്പോഴും ഈ തുർക്കിക്കും ഈ മേഖലയിൽ ചില താല്പര്യങ്ങളുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് മറക്കാൻ കഴിയുന്നില്ല. ഏതായാലും സിറിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ പ്രതീക്ഷ ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് പ്രവചിക്കാനോ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാനോ കഴിയുന്ന ഒരു സാഹചര്യമല്ല. ഇനി യമനിൽ
സനയിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നമുക്ക് ചില വ്യക്തതകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ യമൻ പ്രസിഡന്റ് ശിക്ഷാവിധി അംഗീകരിച്ചു, ദയാഹർജി തള്ളി എന്നൊക്കെയുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയെന്ന് വെച്ചാൽ അത് യമൻ്റെ പ്രസിഡന്റ്, ഔദ്യോഗികമായ പ്രസിഡന്റ് അല്ല ആ ദയാഹർജി തള്ളിയിട്ടുള്ളത് അല്ലെങ്കിൽ വധശിക്ഷ ശരിവെച്ചത് എന്നാണ് വന്ന വാർത്തകൾ. അതായത് റഷദൽ അലീമി എന്ന ഔദ്യോഗികമായി യമൻ്റെ പ്രസിഡന്റ് അല്ല ശിക്ഷ ശരിവെച്ചിരിക്കുന്നത്, മറിച്ച് ഹൂത്തികളുടെ സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ നേതാവ് മെഹദി അൽ മഷാദാണ് ഈ ശിക്ഷ ശരിവെച്ചിരിക്കുന്നതെന്നാണ്. അപ്പോൾ ഹൂത്തികളാണ് ഇനി അന്തിമമായി ഹൂത്തികളാണ് ഇതിലൊരു തീരുമാനമെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഹൂത്തികളുടെ നേതാവാണെന്ന് തീരുമാനമെടുക്കേണ്ടതെന്നാകുമ്പോൾ പന്ത് ഇനിയിപ്പോൾ അത് ഇറാൻ്റെ കോർട്ടിലേക്ക് പോകും. കാരണം ഇറാനായിരിക്കും അതിനകത്ത് എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻഷ്യലായ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ലോകത്ത് വേറെ ആരെങ്കിലും പറഞ്ഞാൽ ഈ ഹൂത്തികൾ കേൾക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ യമന് ഇന്ത്യയിലൊരു എംബസിയുണ്ട്, ഡൽഹിയിലൊരു എംബസിയുണ്ട്. പക്ഷേ ആ എംബസി അംബാസഡർ എന്നൊക്കെ പറയുന്നത് ഇവരുടെ ഔദ്യോഗിക സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ UN അതുപോലെ ലോകരാജ്യങ്ങളൊക്കെ അംഗീകരിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായ എംബസിയാണ് ഇന്ത്യയിലുള്ളത്. അവർക്കൊന്നും പക്ഷേ സന എന്ന് പറയുന്നത് കൃത്യമായും ഹൂത്തികളുടെ നിയന്ത്രണത്തിലാണ്. സന മാത്രമല്ല, അവിടെ ശരിക്കും ഇപ്പോൾ യമനിൽ ഭരിക്കുന്നത് ഹൂത്തികളാണ് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല. അപ്പം പേരിന് ഒരു പ്രസിഡൻ്റൊക്കെ ഉണ്ട് എന്നുള്ളതല്ലാതെ കൃത്യമായും യമനിപ്പോൾ ഹൂത്തികളുടെ നിയന്ത്രണത്തിലാണ് എന്നുള്ളതുകൊണ്ട് ഹൂത്തികൾ എടുക്കുന്ന തീരുമാനം തന്നെയായിരിക്കും ഇതിൽ നിർണായകമാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാനുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകൾക്കുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതായിരിക്കും ചിലപ്പോൾ നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ ഇനി അത്തരത്തിലുള്ള ചർച്ചകൾ മാത്രമാണ് മുമ്പിലുള്ളത് എന്നാണ് കരുതേണ്ടി വരുന്നത്. ഏതായാലും പശ്ചിമേഷ്യയിൽ ഈ സമാധാന ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അദ്ദേഹം വരുന്ന ദിവസങ്ങളിൽ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് നേരെ ഖത്തറിലേക്ക് പറന്നെത്തും, ദോഹയിലേക്ക് പറന്നെത്തും എന്നുള്ള വാർത്തകളുണ്ട്. അദ്ദേഹം അതിൽ നിർണായകമായി ഇടപെടുമെന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ ഈ 34 ബന്ദികളെ ആദ്യഘട്ടത്തിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് വിട്ടയക്കാമെന്നാണ് ഹമാസ് പറഞ്ഞിരുന്നത്. ആ 34 പേർ ആരൊക്കെയാകണമെന്ന് ഇസ്രയേൽ ഒരു ലിസ്റ്റ് കൊടുത്തുവെന്നും ആ ലിസ്റ്റ് ഹമാസ് അംഗീകരിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇസ്രയേൽ ചിലപ്പോൾ പുതിയ ഡിമാൻഡുകളുമായി രംഗത്ത് വരാനൊക്കെ സാധ്യതയുണ്ട്. കാര്യം ഇസ്രയേലിന് മേൽ, അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിന് മേൽ വലിയ പ്രഷറാണ്. ഈ ബാക്കിയുള്ള 96 ജീവിച്ചിരിക്കുന്ന 96 ബന്ദികളെയും മോചിപ്പിക്കുന്ന തരത്തിൽ അവരെ അത്രയും പേരെയും മോചിപ്പിച്ചുകൊണ്ട് ഒരു ശാശ്വതമായ വെടിനിർത്തലിലേക്ക് പോകണം ഇസ്രയേലെന്ന് ഇസ്രയേലിനുള്ളിലെ ഒരു വലിയ വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലെ വലിയ വിഭാഗം ജൂതന്മാർ ആവശ്യപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും, അതായത് ഇന്നലെയും ന്യൂയോർക്കിൽ ഒരു വലിയ പ്രകടനം അവിടുത്തെ ജൂത സമൂഹത്തിൻ്റെ ഭാഗമായി ഉണ്ടായി. അത് നെതന്യാഹുവിനെതിരെയുള്ള പ്രകടനമാണ്, പലസ്തീൻ അനുകൂല പ്രകടനമാണ്, ഇസ്രയേൽ സയനിസ്റ്റ് ഭരണകൂടത്തിനെതിരെയുള്ള പ്രകടനമാണെന്നൊക്കെ നമ്മൾ കാണേണ്ടി വരുന്നു. ജൂതന്മാരെന്ന് പറഞ്ഞാൽ അവർ സയനിസ്റ്റുകളല്ല എന്ന് അവർ പ്രഖ്യാപിക്കുകയാണ്. പൊളിറ്റിക്കൽ സയനിസം അല്ല ഞങ്ങളുടെ ലൈൻ, ഞങ്ങൾക്ക് സമാധാനമായി ജീവിക്കാനാണ് ഇഷ്ടം, പലസ്തീനിലെ ജനങ്ങളും സമാധാനമായി ജീവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാണ്, ഫ്രീ പലസ്തീൻ മുദ്രാവാക്യങ്ങളാണ് അവർ മുഴക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വലിയ പ്രഷറുണ്ട്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചും, ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞാനിപ്പോൾ എല്ലാം ഇപ്പം ശരിയാക്കി തരാം എന്ന് മറ്റേ സിനിമയിലെ പപ്പു പറയുന്നത് പോലെ അദ്ദേഹം ആ സ്പാനറൊക്കെ എടുത്ത് കാണിച്ചിട്ടാണ് ഈ വോട്ടെല്ലാം പിടിച്ചത്. ഇപ്പോൾ ജനുവരി 20 മുമ്പ് ബന്ദികളെ മോചിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ട്രംപിനെ സംബന്ധിച്ച് വലിയ ഒരു നാണക്കേടും പരാജയവും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഏതൊക്കെയായാലും നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെയാണ് ഇനി വരുന്ന മണിക്കൂറുകളിൽ നടക്കുക എന്നറിയാൻ കാത്തിരിക്കുക മാത്രമാണല്ലോ വഴി. സമാധാന ശ്രമങ്ങൾ വൈകാതെ ഫലം കാണും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.